കനത്ത മഴയിൽ പമ്പാ നദിയിലും അച്ചൻകോവിലാറിലും ജലനിരപ്പ് ഉയരുകയാണ്. തിരുവല്ല റോഡിൽ വെള്ളം കയറി. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, അവിടെ ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം നിലവിലുണ്ടോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. എന്തായാലും 2 ദിവസം വലിയ ആശ്വാസത്തിലായിരുന്നു ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ താമസിക്കുന്ന ആളുകൾ. കാര്യമായ രീതിയിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇതാ ഒരു പ്രധാനപ്പെട്ട പാതയിലേക്കാണ് ഇന്നലെ പെയ്ത കനത്ത മഴയിൽ ഇതാ ദൃശ്യങ്ങളാണ്. പോലീസ് വാഹനം അടക്കം കടന്നു വരുന്നത് ആ ദൃശ്യങ്ങളിലാണ്. ഇതാ തൊട്ട് പുറകിലുള്ള ഈ തോടിൽ നിന്ന് ഒരു തോട് കര കവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യമാണ്. ആളുകൾക്ക് ആർക്കും തന്നെ ഇങ്ങോട്ട് കടക്കാൻ കഴിയില്ല. അതുകൊണ്ട് കണ്ടില്ലേ, കുറച്ചപ്പുറത്ത് കുറേയധികം ആളുകൾ ഈ മേഖലയിൽ ഉണ്ട്. അവിടെ വീടുകളിലേക്കടക്കം പൂർണ്ണമായി വെള്ളം കയറിയ ഒരു സാഹചര്യമാണുള്ളത്. കുറേ വീടുകളുണ്ട്, കടകളുണ്ട്. കോയിപ്പുറം പഞ്ചായത്ത് പ്രധാനപ്പെട്ട പാതയാണ്. തിരുവല്ല പത്തനംതിട്ട റോഡാണിത്. സ്ഥിരമായി ഇത്തരത്തിൽ ശക്തമായ മഴ പെയ്താൽ ഇവിടേക്ക് വെള്ളം കയറാറുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. നമുക്ക് ഈ ചേട്ടന്മാരുടെ പ്രതികരണമൊക്കെ നമുക്ക് തേടേണ്ടതുണ്ട്. വീടുകളിലേക്കൊക്കെ പൂർണ്ണമായി വെള്ളം കയറിയ ഒരു സാഹചര്യമാണ് ഈ മേഖലയിലൊക്കെ തന്നെ ഉള്ളത്. ചേട്ടാ, ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ വെള്ളം വരാറുള്ളതാണ്? തീർച്ചയായിട്ടും ഇവിടെ എല്ലാ വർഷവും ഇതുപോലെ വെള്ളം വരാറുണ്ട്. വീടുകൾ മുങ്ങാറുണ്ട്, കടകൾ മുങ്ങാറുണ്ട്. നടപടിയായിട്ടൊന്നും വലുതായിട്ട് വരുന്നില്ല. വീട്ടിൽ താമസിക്കുന്ന ആളാ. വീട്ടിലേക്ക് വെള്ളം കയറിയോ? വീട്ടിലേക്ക് രാത്രി 3 മണി തൊട്ട് വെള്ളം. രാത്രി 3 മണി തൊട്ട് വെള്ളമാണ്. 3 തൊട്ട് ഞാനും കുഞ്ഞുങ്ങളെല്ലാം എഴുന്നേറ്റ് അവിടെ ഇരിക്കുക. കട്ടിലിൻ്റെ മണ്ടയ്ക്ക് എല്ലാവരും കയറിയിരിക്കുക. ഇത് റോഡാണ്. ഈ റോഡിലാണ് ഏതാണ്ട് മുട്ടോളം വെള്ളം. ഇപ്പോൾ വീടിനകത്ത് തന്നെ ഏതാണ്ട് പൂർണ്ണമായി വെള്ളമാണ് എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. നമുക്ക് ആ വീടിന്റെ ദൃശ്യങ്ങൾ കൂടി നമ്മുടെ ക്യാമറാമാൻ സഞ്ജയ് ഇക്ബാൽ പ്രേക്ഷകരെ കാണിച്ചു തരും. അതിനകത്തേക്ക് ഇന്നലെ രാത്രിയോടുകൂടി വെള്ളം കയറി. ഇതാ നമുക്ക് നടക്കാൻ പോലും അത്ര ഫോഴ്സിലാണ് ഈ വെള്ളം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. വീടിന്റെ പടി വരെ ഇപ്പോൾ വെള്ളം എത്തിക്കഴിഞ്ഞു. എന്തായാലും അടിയന്തര നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തുണ്ട്. ആ ദൃശ്യങ്ങൾ കുറച്ചുകൂടി നമുക്ക് കാണിക്കാമെന്ന് തോന്നുന്നു. കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള ആളുകൾ വീടിന് പുറത്ത് നിൽക്കുന്ന ഒരു കാഴ്ച. തൊട്ടടുത്തൊരു തോട് കരകവിഞ്ഞു വരുന്നു. ഒരു വീട് പൂർണ്ണമായി വീടിനുള്ളിലേക്ക് അടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് ഈ മേഖലയിലുള്ളത്. എന്തായാലും ഈ ശക്തമായ മഴക്കോള് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ജില്ലയിൽ ഇന്നും ഓറഞ്ച് അലർട്ടാണ്. പമ്പാ നദിയിലും അതുപോലെ തന്നെ അച്ചൻകോവിലാറിലും ജലനിരപ്പ് പൂർണ്ണമായി ഉയരുകയാണ്. അടിയന്തര സാഹചര്യത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത്.